വചനം തിരുവചനം. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ നന്മകൾ സമർത്ഥമായി വർഷിക്കപ്പെടട്ടെ എന്നാണ് ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ തന്നെ നിങ്ങളോട് എനിക്ക് ആശംസിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ധാരാളം പുൽക്കൂടുകൾ നമ്മൾ കണ്ടു, ധാരാളം ആഘോഷങ്ങൾ നമ്മൾ കണ്ടു. വലിയ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും വലിയ സാന്താക്ലോസുകളെയും വളരെ മനോഹരമായ പുൽക്കൂടുകളെയും കണ്ട് നമ്മൾ കടന്നുപോയി. തീർച്ചയായും ഈ ആഘോഷങ്ങൾക്കും ഈ അലങ്കാരങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാനും നമ്മുടെ വിശ്വാസബോധത്തെ ഉണർത്തുവാനും ഈ ആഘോഷങ്ങളും അലങ്കാരങ്ങളും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ പള്ളിയിൽ വായിച്ചു കേട്ട ഒരു തിരുവചന ഭാഗം വീണ്ടും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു പിറക്കുമ്പോൾ മാലാഖമാർ നൽകിയ സന്ദേശം എന്തായിരുന്നു? യേശുവിനെ കണ്ടെത്താനുള്ള സന്ദേശം എന്തായിരുന്നു? ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 11-ാം വചനം, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതായത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശു, അതായത് സാധാരണ നിലയിൽ ഉപയോഗിക്കാനാവാത്ത ഒരു വസ്ത്രം കുഞ്ഞിനെ പുതപ്പിക്കാൻ വേണ്ടി അരക്കി തേച്ച് മടക്കി വച്ചിരിക്കുന്നു. അതാണ് പിള്ളക്കച്ച. അതായത് നമ്മുടെ സാധാരണ അമ്മമാർ പണ്ടുടുത്തിരുന്നതും അല്ലെ ആരെങ്കിലും ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് വീണ്ടും പ്രസവ സമയത്ത് ഒരു തുണിയുടെ സഹായമാകാൻ വേണ്ടി അലക്കി തേച്ച് വച്ചിരിക്കാം. പഴകിയ ഒരു തുണി, ഉപയോഗയോഗ്യമല്ലാത്തൊരു തുണി, പുതിയ ഫാഷനിൽ പെടാത്തൊരു തുണി, ഇതാണ് പിള്ളക്കച്ച. അതായത് ആ തുണി ധരിച്ചിരിക്കുന്ന ഒരു പിള്ളക്കച്ച പൊതിച്ചിരിക്കുന്ന ശിശുവിനെ കാണും. ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവനെ തിരിച്ചറിയാനുള്ള അടയാളമായി ആ പിള്ളക്കച്ച മാറുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയുടെ തലവനായ മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം കൊടുത്തപ്പോൾ ലോകത്തോട് മുഴുവൻ പറഞ്ഞു വെച്ചു, ക്രിസ്മസ് പാവങ്ങളെ ഓർമ്മിക്കാനുള്ള ദിവസമാണെന്ന്. ക്രിസ്മസ് എന്ന് പറയുന്നത് രാജാക്കന്മാരെയോ വലിപ്പമുള്ളവരെയോ ഓർമ്മിക്കാനുള്ള ദിവസമല്ല, പാവപ്പെട്ടവനെയും പരിത്യക്തനെയും ആട്ടിയോടിക്കപ്പെട്ടവനെയും ഓർമ്മിക്കാനുള്ള ദിവസമാണത്. അതായത് കീറത്തുണിയുടെ ഓർമ്മയാണ് ക്രിസ്മസ്. ഇത് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ഈ ക്രിസ്മസ് ദിനത്തിൽ എത്രമാത്രം പാവപ്പെട്ടവരുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും നമ്മൾ കടന്നു ചെന്നു എന്ന്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ വലിപ്പങ്ങളായി മാറിയപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ദരിദ്രർ, കുറഞ്ഞു പോയവർ, പോരായ്മയുള്ളവരെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമ്മൾ പലപ്പോഴും മടി കാണിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കാം. ഞാൻ ഈ ദിവസങ്ങളിലെ പുൽക്കൂടുകൾ പലതും കണ്ടു നടന്നപ്പോൾ ഞാൻ ഓർത്തുപോയി, ഇന്ന് ആഘോഷങ്ങൾക്കൊക്കെ ഒരു അതിഭാവുകത്വമാണ്. ചെറുതെന്ന് പറയുന്നതും ലളിതമെന്ന് പറയുന്നതൊക്കെ നമ്മുടെ ശൈലികളിൽ നിന്നേ പോയി. വലിപ്പത്തിന് മാത്രമേ ശ്രേഷ്ഠതയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ക്രൈസ്തവ സമൂഹങ്ങളിൽ പടർന്നു പിടിക്കുക. പുൽക്കൂടുണ്ടാക്കി വെച്ചാൽ വലിയ പുൽക്കൂടുണ്ടാക്കണം. ഞാൻ ഓർക്കും, കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ പഴയ വീട്ടിൽ ഒരു മേശ തിരിച്ചിട്ട് മലത്തിയിട്ട് അതിൻ്റെ മുകളിൽ 4 കമ്പ് വെച്ച് മുറ്റത്തെ പുല്ല് പറിച്ചുകൊണ്ടൊന്ന് കെട്ടിവെച്ച് ഒരു ചെറിയ പുൽക്കൂടുണ്ടാക്കി. അതിൻ്റെ അകത്ത് ഈ കൈവിരലിന് നീളമുള്ള ഉണ്ണീശോയും മാതാവും ഒക്കെ വെച്ചു. ആ പുൽക്കൂടിന് മുമ്പിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ക്രിസ്മസിനെ ഓർമ്മിച്ചു. ഇന്ന് പുൽക്കൂടുകളൊക്കെ എത്രയോ വിശാലമാണ്.
ഒരേക്കർ സ്ഥലത്തെ പുൽക്കൂട്, 50 സെൻറ്റ് സ്ഥലത്തെ പുൽക്കൂട്, പള്ളിയുടെ മുറ്റം മുഴുവൻ പുൽക്കൂട്, വലിയ മലകളും വലിയ തോടുകളും, പലപ്പോഴുമൊക്കെ എഞ്ചിനീയർമാർ പണിയുന്നത് പോലെ പാലങ്ങളും റോഡുകളും ഹൈവേകളും ഒക്കെ ഉള്ള പുൽക്കൂടുകൾ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ ലാളിത്യത്തിൻ്റെ ചെറുതാകലിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ പുൽക്കൂട്ടിൽ നിന്ന് പോയി. യുവജനങ്ങളും ഇടവക്കാരും മത്സരിക്കുകയാണ്, ഏറ്റവും വലിയ നക്ഷത്രം ആരുണ്ടാക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. ചില പള്ളികളിൽ 10 അടിയുടെ നക്ഷത്രം ഉണ്ടാക്കിയാൽ അടുത്ത പള്ളിക്കാർ 20 അടിയുടെ ഉണ്ടാക്കി, വേറെ പള്ളിക്കാരൻ 40 അടിയുടെ ഉണ്ടാക്കി, 50 അടിയുടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളാണ് ഈ ജില്ലയിലെ ഏറ്റവും വലിയ നക്ഷത്രം ഉണ്ടാക്കിയെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നതാണ് ഒരു ഫാഷൻ. സാന്താക്ലോസ് ക്രിസ്മസുമായി യാതൊരു ബന്ധമില്ലാത്തൊരു ഐതിഹ്യ കഥയിലെ വിശുദ്ധൻ, എങ്കിലും ഏറ്റവും വലിയ സാന്താക്ലോസ് ഉണ്ടാക്കി വെക്കുകയാണ്. ചെറുതുകളൊക്കെ അപ്രതീക്ഷിതമാകുന്നു, വലിപ്പങ്ങളൊക്കെ ആഘോഷങ്ങളാകും. ഇതൊരു ശൈലിയാണ്. ചെറുതൊന്നും പറ്റില്ല, എല്ലാം വലുതുണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഇത് ക്രൈസ്തവമായ ആധ്യാത്മികതയിലെ ഒരു തലതിരിവാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തു എന്താണ്? ചെറുതാകുന്നതാണ് ക്രിസ്തു. ദൈവപുത്രനായിരുന്നിട്ടും അവനാ സമാനത മുറുകെ പിടിക്കാതെ ചെറുതായി, ശൂന്യനായി എന്നാണ് ഫിലിപ്പിയരെ കുറിച്ച് വെക്കുന്നത്. നമ്മുടെ മലയാളികൾ ഒരുപാട് പാടിയ ഭക്തിഗാനങ്ങളിലൊന്ന് ജോയി അച്ഛൻ്റെ പ്രസിദ്ധമായ ഗാനത്തിൻ്റെ വരി ഞാൻ ഓർക്കുകയാണ്. ഇത്ര ചെറുതാകാൻ ഞാൻ എത്ര വലുതാകണം. ചെറുതാകുന്നതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണത്. ഈ പാട്ടൊക്കെ പാടുകയും ഈ പ്രസംഗിക്കുകയും ചെയ്തിട്ടും നമ്മൾ ഇന്നും വലുതാകുന്ന പ്രക്രിയയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ പള്ളികൾ, വലിയ കോൺവെൻറ്റുകൾ, വലിയ സ്ഥാപനം, വലിപ്പമാണ് ഹരം. അത് എല്ലാ തരത്തിലുമായി. ഞാൻ ഈയിടെ ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. അവിടെ സങ്കീർത്തിയിൽ കുർബാനക്കുപ്പ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഒരു ബർത്ത്, സിമെൻറ്റ് ബർത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ 3-4 സക്രാരികളിരിക്കുന്നു. വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പള്ളിയിലുള്ള ചെറിയൊരു പെട്ടി, ഇതാണ് സക്രാരി. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവ സാന്നിധ്യം സൂക്ഷിക്കാൻ വേണ്ടി ചുമന്ന് നടന്ന വാഗ്ദാന പേടകത്തിൻ്റെ പ്രതീകം. ആ വാഗ്ദാന പേടകത്തിൽ അന്ന് പൊഴിച്ച് വീണ മന്നയും അഹരോൻ്റെ തളിർത്ത വടിയും സീനായി മലമുകളിൽ വെച്ച കൽപ്പലകൾ സൂക്ഷിച്ചിരുന്നു. ഈ 3 സാധനങ്ങളും ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ച് ഇത് ചുമന്നുകൊണ്ട് പുരോഹിതന് മുമ്പേ പോകും വാഗ്ദാന പേടകം. ഇന്നും ഇതേപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി പള്ളികളിൽ സൂക്ഷിക്കുന്ന പെട്ടിയും ഇന്നവിടെ സൂക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീക വിശുദ്ധ കുർബാന. ഇത് സൂക്ഷിക്കാൻ മനോഹരമായ സുന്ദരമായ ചെറിയൊരു പെട്ടി വേണം, അത്രയേ ഉള്ളൂ. ഇതാണ് സക്രാരി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 3-4 സക്രാരികൾ പള്ളിയുടെ സങ്കീർത്തന ബർത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, കപ്പ്യാര് ചോദിച്ചു, എന്നാടാ ഇത്രയും സാധനം മുകളിലിരിക്കുന്നത്? അന്നേരം കപ്പ്യാരോട് പറഞ്ഞു, അച്ഛാ അത് ഓരോ അച്ഛന്മാർ മാറ്റിയത് അച്ഛാന്ന് പറയും. ആദ്യം സാധാരണ ഒരു പള്ളി പണിതപ്പോൾ ഒരു പാവ അച്ഛൻ കഷ്ടി ഒരടി നീളവും 1/2 അടി വീതിയുമുള്ള സാധാരണ ഒരു പെട്ടി, ചതുരപ്പെട്ടി സക്രാരിയായി വെച്ചു. അത് നടുക്ക് ഭംഗിയായി വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും 2 0 വോൾട്ട് ബൾബൊക്കെ വെച്ച് കടവിളക്ക്. ഒരു 3-4 വർഷം കഴിഞ്ഞ് അച്ഛൻ വന്ന് പറഞ്ഞു, അത് ശരിയാകില്ല, ഭംഗിയില്ല. അച്ഛനത് മാറ്റി എന്നിട്ട് മുൻവശം റൗണ്ട് വട്ടത്തിൽ കിട്ടുന്ന ഒരു സക്രാരി മേടിച്ച് വെച്ചു. ആദ്യത്തേനൊരു 3000 രൂപ വിലയാണെങ്കിൽ ഇത് 25,000 രൂപ സാധനം മേടിച്ച് വെച്ചു. അച്ഛനത് അൽത്താരയൊക്കെ പൊളിച്ച് ഇങ്ങനെ മനോഹരമായ സക്രാരി വെച്ചു. അപ്പോൾ ഈ പഴയതെന്ത് ചെയ്യും? ഇതെടുത്ത് പള്ളിയുടെ സങ്കീർത്തി തട്ടേ കൊണ്ട് വെച്ചു. ഇങ്ങനെ ഈ സക്രാരിയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേയും വേറെ അച്ഛൻ വന്ന പറഞ്ഞു, ഇത് പോരാ, ഇത് നമ്മുടെ പള്ളിക്ക് ഭംഗിക്ക് പോരാ, കുറച്ചുകൂടെ വലുതാണ്. ആ അച്ഛൻ കുറച്ചും കൂടെ വലുതൊരെണ്ണം മേടിച്ചു. വശങ്ങളിലേക്ക് കതിരുകളും ഇങ്ങനെ ഒരുപാട് പ്രകാശ തരംഗങ്ങളും ഒക്കെ ഉള്ള സക്രായും 1,00,000 രൂപയുടെ സാധനം. അത് മേടിച്ച് വെച്ചവൻ പഴയതെന്ത് ചെയ്യും? ഇത് പിന്നെ പള്ളിയുടെ പുറകിലെ തട്ടുംപുറത്ത് കയറി. കുറച്ച് നാൾ കഴിഞ്ഞത്തേയും പുതിയ അച്ഛൻ വന്ന് പറഞ്ഞു, ഓ ഇത് പോരാ, ഇപ്പം റിമോട്ടേ തുറക്കുന്നത് വേണം. താക്കോലിട്ടച്ച് തുറക്കുക, അല്ലെ സ്വിച്ച് ഇട്ട് തുറക്കുക റിമോട്ടിലും. അപ്പോൾ ഈ മേടിച്ചു വെച്ച സാധനം ഇത് തട്ടുംപുറത്ത് കയറി. ഇങ്ങനെയാണ് ഈ സങ്കീർത്തത്തിൽ തട്ടും പുറത്ത് 3-4 സക്രാരികളിരിക്കുന്നത്. ഈ സാധനം പഴയ സാധനം എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ?
കോഴിയെ വളർത്താൻ ഉപയോഗിക്കാൻ പറ്റുമോ? കോഴിമുട്ട വെക്കാൻ പറ്റുമോ അതിൻ്റെ അകത്ത്? ഒന്നിനും പറ്റിയല്ല. ഇതിങ്ങനെ പള്ളിയിരിക്കുക. അതായത് ഓരോ അച്ഛൻ ഇത് വലുതാക്കി പോയപ്പോൾ മുകളിൽ ഉപയോഗശൂന്യമായപ്പോൾ സക്കാരികളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഒരു മനോഭാവമാണ്. ചെറുതിനൊന്നിനും ഭംഗിയില്ല, ചെറുതിനൊന്നിനും ശ്രേഷ്ഠതയില്ല എന്നൊരു ധാരണ എവിടെയോ കത്തോലിക്ക സഭയിൽ കയറിപ്പോയി. പള്ളികൾ പണിതാൽ വലിയ പള്ളി പണിതാലേ ഭംഗിയുള്ളൂ. കൊടിമരം ഉണ്ടാക്കി, വലിയ കൊടിമരം ഉണ്ടാകും. വർഷത്തിലൊരിക്കൽ പെരുന്നാളിന് ഒരു കൊടി ഉയർത്തുന്ന കൊടിമരത്തും അത് എത്ര എന്നേക്കാൾ വണ്ണത്തുള്ള കൊടിമരങ്ങളാണ് ഓരോന്നൊക്കെ. എന്തു പൊക്കവാ കൊടിമരത്തിന്? ഇത്രയൊക്കെ അതിഭാവങ്ങൾ വേണോ? അതായത് എവിടെയോ ചെറുതാണ് സുന്ദരമെന്നും സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ എല്ലാ അച്ഛനും സെമിനാരി പഠിച്ചിട്ടുണ്ട്. സെമിനാരിലെ സോഷ്യോളജിയിൽ ബോധമുള്ള പ്രൊഫസർമാരൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച ആൽഫിൻ ടോഫ്ലറിൻ്റെ ഒരു പുസ്തകമാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. ഇത് കേട്ട് വളർന്ന അച്ഛന് തന്നെ തോന്നുകയാണ് ചെറുതൊന്നും പോരാ, വലുതുണ്ടാക്കണം. ഈ വലിപ്പങ്ങളായി പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വലിപ്പങ്ങൾ എന്നും അപകടത്തിലേക്കാണ് നയിക്കുന്നത്. ഞാൻ ഈ ദിവസം ചിന്തിച്ചു, ടി വി തുറക്കുക, നമ്മുടെ ടി വികൾ സാധാരണ ടി വികൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? പരസ്യങ്ങളാണ്, ബിസിനസ് പരസ്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ റിമോട്ട് ഞെക്കി നമ്മൾക്ക് ഇഷ്ടമുള്ള ചാനലിലേക്ക് പോകുന്നത്. ഈ ബിസിനസ് പരസ്യങ്ങൾ എന്താണ്? ഒരു ദിവസം ഞാൻ വെറുതെ ഇരുന്നപ്പോഴും ബിസിനസ് പരസ്യങ്ങൾ ശ്രദ്ധിച്ചു. പരസ്യങ്ങളിൽ, ഈ ബിസിനസ് പരസ്യങ്ങളിൽ ഭൂരിപക്ഷം ഈ പരിചയപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? വണ്ണം കുറയ്ക്കാനുള്ള ഉപകരണങ്ങളാണ്. വയറ് കുറയ്ക്കാനുള്ള, വണ്ണം കുറയ്ക്കാനുള്ള ഉപകരണങ്ങൾ മിക്കവാറും. അത് നിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും കിടന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും ചവിട്ടുന്നതൊക്കെ. അതായത് അമിതമായതൊക്കെ കുറയ്ക്കാനുള്ള പ്രക്രിയ. അത് ഞാൻ ഓർത്തു, ഇത് പുറത്തെ മനുഷ്യൻ്റെ വയറ് കുറയ്ക്കാൻ, വണ്ണം കുറയ്ക്കാൻ, അവൻ്റെ മസിൽ കുറയ്ക്കാൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ലിം ആകാനുള്ളത്. അതായത് വണ്ണം കൂടുന്നത് മോശമാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ മലയാളത്തിലെ സ്കൂളിൽ സാറുമാർ പഠിപ്പിച്ച പാഠചൊല്ല് അമിതമായാൽ അമൃതും വിഷമെന്ന്. വണ്ണം കൂടുന്ന അപകടമാണ്. ഇന്ന് ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് അമിത വണ്ണമാണ്. വണ്ണം കൂടുന്നു. ചിലപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് പ്രശ്നമാണ്. വണ്ണം കൂടുന്നു, ഇരിക്കാൻ വിഷമം, നിൽക്കാൻ വിഷമം, നടക്കാൻ വിഷമം, കിതപ്പ് കൂടുന്നു. ഞാൻ ഓർക്കുക, ചിന്തകൾക്ക് വണ്ണം കൂടുകയാണ്, നമുക്ക് വലിപ്പം കൂടുകയാണ്. വലിപ്പത്തിലേ പ്രസക്തിയുള്ളൂ എന്ന ചിന്ത, ഇത് അപകടമാണ്. സഭയിലെ ആധ്യാത്മികത പുറകോട്ട് പോകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ വലിപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ശ്രദ്ധകളാണ്. വലുതുണ്ടാക്കിയാലേ ശരിയാവുള്ളൂ എന്നും വലുതുണ്ടാക്കിയാലേ നിലനിൽക്കൂ എന്ന്, ഇത് ധാരണ തെറ്റാ പ്രിയപ്പെട്ടവരെ. ഈ ധാരണ പൊളിക്കണം. നമുക്ക് മനോഹരമായത് വേണം, പക്ഷേ പൂർണ്ണതയുള്ള വലിപ്പങ്ങൾ ആവശ്യമില്ല. നമുക്ക് സുന്ദരമായത് വേണം, അതിഭാവുകങ്ങൾ നമുക്ക് വേണ്ട. ഇത് പിള്ളക്കച്ചയുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ്. നമ്മുടെ കൂടെ താമസിക്കുന്ന മനുഷ്യൻ്റെ നൊമ്പരങ്ങളെ ചിന്തയില്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പങ്കുവയ്ക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു യാത്ര ചെയ്തു. ആഫ്രിക്കയിലെ സുഡാൻ എന്ന രാജ്യത്തിലേക്ക് ഒരു സുവിശേഷ സന്ദർശനത്തിൻ്റെ ഭാഗമായി പോയതാണ്. അതായത് ഞാനിവിടെ ചെന്നപ്പോൾ എൻ്റെ എല്ലാ ചിന്താധാരകൾക്ക് അപ്പുറത്തെ സഭയെ ഞാൻ കണ്ടെത്തുകയായിരുന്നു. അതായത് ഈ രാജ്യം, സുഡാൻ എന്ന രാജ്യം, ഒന്നിച്ചേർന്ന രാജ്യം, നിരന്തരമായ ആഭ്യന്തര കലാപമായിരുന്നു. ഈ യുദ്ധത്തിന് അവസാനം 2012 ഇവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 2 രാജ്യമായി. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ആയതുപോലെ നോർത്ത് സുഡാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കായി കൊടുത്തു, സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനായി കൊടുത്തു. അങ്ങനെ 2 രാജ്യങ്ങളും. ഈ സൗത്ത് സുഡാൻ എന്ന രാജ്യത്താണ് ഞാൻ പോയത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിനകത്തുള്ള ഗോത്രങ്ങൾ തമ്മിൽ കലാപമായി. ഈ ഗോത്രങ്ങൾ തമ്മിൽ കലാപമായി പരസ്പരം കൊല്ലൽ. പല ഗോത്രങ്ങളുണ്ട്, ഡിങ്ക, ലിംഗ, അത് കുറേ ഗോത്രങ്ങളുണ്ട്. ഇങ്ങനെ ഈ കലാപമായപ്പം യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട് അവസാനം ഒത്തുതീർപ്പ് വെച്ച് 2016 അവർക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി കിട്ടുന്നത്. യുദ്ധം നിർത്തി, കലാപം നിർത്തി, സമാധാനത്തിൻ്റെ രാജ്യം. അതായത് സമാധാനവും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കഷ്ടി 1 വർഷം കഴിഞ്ഞൊരു രാജ്യം. ദാരിദ്ര്യം എന്ന് പറയുന്നത് എത്ര ഭീകരമാണെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് പോലും വസ്ത്രങ്ങളൊക്കെ ലോകത്തെ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചടക്കുന്ന ജനം.
കറണ്ട് പോലും എത്താത്ത സ്ഥലം. സൗത്ത് സുഡാൻ എന്ന രാജ്യത്ത് വാവ് എന്നൊരു സ്റ്റേറ്റിലാണ് ഞാൻ പോയത്. പ്രിയപ്പെട്ടവർ, അവിടെ ആ സ്റ്റേറ്റിൽ, നമ്മുടെ കേരളം എന്ന സ്റ്റേറ്റ് പോയി ചിന്തിക്കണം. വിമാനത്താവളം തൊട്ട് അവിടുത്തെ ഗവർണറുടെ വീട് വരെയുള്ള 10 കിലോമീറ്റർ ആകെപ്പാടെ ടാർ ചെയ്ത റോഡുള്ളവിടെ. ഒരു സ്റ്റേറ്റിൽ ടാർ ചെയ്ത റോഡ് ആകെപ്പാടെ 10 കിലോമീറ്റർ. കറണ്ട് അവിടെ എത്തിയിട്ടില്ല. സ്കൂളുകളില്ല. ചെറിയ ചെറിയ കുറച്ച് മരത്തണലിൽ സ്ഥാപനമുണ്ട്. ഒരു പള്ളി കാണാൻ പോയതിനെക്കുറിച്ച് പറയാണ് ഞാൻ നിങ്ങളിത് ഓർത്തു വന്ന്. ഒരു പള്ളി അത്ഭുതം കൊണ്ടുപോകും. അതായത് ഭിത്തി എന്ന് പറയുന്ന മരത്തിൻ്റെ കമ്പുകൾ കൊത്തി വേര് കെട്ടിയേക്കുക, കന്നുകാലി കയറാതിരിക്കാൻ. മേൽക്കൂര പോലുമില്ല. 4 കമ്പ് ഇങ്ങനെ വിലങ്ങനെ വെച്ച് കെട്ടി കുറ്റിക്കാലടിച്ചു. ഇതാണ് അൽത്താരമേശ. ഇവിടെ നിന്നാണ് അച്ഛൻ കുർബാന ഇടുന്നത്. 100 കണക്കിന് വിശ്വാസികൾ വന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നു. അതായത് ഒരു പെട്ടിക്കകത്ത് കാസയും കുർബാന കുപ്പായമായി അച്ഛനും ഒരാളും കൊണ്ട് ചെല്ലുന്നു. ആളുകളെല്ലാം വരുന്നു, ചെണ്ടയടിച്ച് പാട്ടുപാടി കുർബാന അർപ്പിക്കുന്നു. ഇരിക്കാൻ ബെഞ്ചില്ല, ഫാനില്ല, ഒന്നുമില്ല. അതായത് അവിടെ അവർ നടത്തുന്ന പ്രാർത്ഥനയുടെ തീവ്രത ഞാൻ കണ്ടു. ഞാൻ എൻ്റെ മനസ്സ് ചിന്തിച്ചു, എൻ്റെ ദൈവമേ, നമ്മുടെ നാട്ടിൽ ഒരു കൊടിമരം ഉണ്ടാക്കുന്ന കാശുണ്ടെങ്കിൽ അവിടെ 10 പള്ളി പണിയാം. 100 കണക്കിന് ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു ചേരാം. അവിടെ ആൾക്കാർക്ക് വിശ്വാസ പരിശീലനത്തിന് ഒരൊറ്റ സെൻറ്ററുകളില്ല, വേദപാഠ പരിശീലനമില്ല. നമ്മൾ സ്മാർട്ട് ക്ലാസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. വേദപാഠത്തിനും ആ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുത്തി കുരിശവരെ പഠിപ്പിക്കാൻ ആളില്ല. അതായത് നമ്മൾ വളരെയധികം അതിഭാവങ്ങളിലേക്ക് പോവുകയാണ്. പിള്ളക്കച്ചയിൽ പിറന്നു വീഴുന്ന ക്രിസ്തു ഇന്നുമുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട്. സഭയിൽ തന്നെ ദാരിദ്ര്യമുള്ള മേഖലകളുണ്ട്. ഇത് തിരിച്ചറിയാതെ നമ്മൾ എങ്ങനെ പോകുന്നു എന്ന് പലപ്പോഴും അത്ഭുതം കൊള്ളാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മറ്റു രാജ്യത്തിനാണെങ്കിൽ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് നമ്മുടെ സുവിശേഷം ഇവിടുത്തെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറാത്തത്? പല കാരണങ്ങൾ കാണുമായിരിക്കാം. മൊത്തത്തിൽ വിമർശിക്കാൻ ഞാനില്ല. പക്ഷെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പാവപ്പെട്ടവരിലേക്ക് കുറേ കൂടി എത്താൻ മടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ വലിയ കൊടിമരങ്ങളും സ്തൂപങ്ങളും ഗോത്തിക് ശൈലിയിലെ ഉയർച്ചകളും നമ്മുടെ വലിയ സംവിധാനങ്ങളും കാണുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യന് ആകർഷണം എന്നതിനേക്കാളും കൂടുതൽ ഒരകൽച്ചയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അവരിലേക്ക് എത്തുന്ന പിള്ളക്കച്ചകളുടെ സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മൾ പഠിക്കണം. ക്രിസ്തു എന്നും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പ്രത്യേകമായി ദിവസങ്ങൾ എടുത്തു പറഞ്ഞ ചിന്ത, ക്രിസ്തു എന്ന് പറയുന്ന പാവപ്പെട്ടനെ ഓർമ്മിക്കാതെ ക്രിസ്മസ് ഇല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അഭയാർത്ഥികളും ഓടിപ്പോകേണ്ടി വന്നവരും തകർന്നു പോകേണ്ടി വന്ന ആളുകളെ ഓർമ്മിക്കാതെ എന്ത് ക്രിസ്മസാണ്? ഒറീസയിലെ കാൺമഹാൽ ജില്ലയിൽ പീഡിപ്പിക്കപ്പെട്ട് ചിതറിക്കപ്പെട്ടവർ ഓർമ്മിക്കാതെ എന്ത് ക്രിസ്മസാണ്? ഉരുള് പൊട്ടി തകർന്ന് ക്യാമ്പുകളിൽ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് നിന്ന ആളുകളെ ഓർമ്മിക്കാതെ എന്ത് ക്രിസ്മസാണ്? നമ്മുടെ കൂടെ തന്നെ ചുറ്റുവട്ടങ്ങളുള്ള സാധാരണക്കാരെ ഓർമ്മിക്കാതെ എന്ത് ക്രിസ്മസാണ്? അതായത് പ്രിയപ്പെട്ടവരെ, പിള്ളക്കച്ചകളുടെ സംസ്കാരം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സഭാ സംവിധാനങ്ങളിലും കുറേയും കൂടെയും കയറി വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്ക് വലിപ്പങ്ങളുടെ മത്സരങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. വലിപ്പമുള്ള പുൽക്കൂട്, വലിപ്പമുള്ള ക്രിസ്മസ് കരോൾ, വലിപ്പമുള്ള പൂന്തോട്ടങ്ങൾ, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. അത് തെറ്റായ പ്രവണതയാണ്. അതൊക്കെ കുറേ ചുരുക്കാൻ നമുക്ക് സാധിക്കണം, തീർച്ചയായും സാധിക്കണം. മറിച്ച് ഇതുകൊണ്ട് കുറേയും കൂടെയും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്താനാവുന്ന ഒരു ആധ്യാത്മിക ശൈലി നമ്മൾ കരുപിടിപ്പിച്ച് വരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലും കടന്നു വരുന്ന ഈ അതിഭാവുകങ്ങളുടെ ഒരാക്രമണമുണ്ട്, സകല മേഖലയിലുണ്ട്. അതായത് എല്ലാ ആഘോഷങ്ങൾക്കും അതിഭാവുകമാണ്. മിനിമത്തിൽ നടത്താൻ ആർക്ക് തയ്യാറില്ല. ഒരു പട്ടം, ഒരു പുത്തൻകുർബാന, ഒരു കല്യാണം, എത്രയോ പേരാണ് വിളിക്കപ്പെടുന്നത്. ഈയിടെ ഒരു പുത്തൻകുർബാന 2000 പേരെയാണ് വിളിച്ച് നടത്തിയത് പോലും. ഞാൻ ചോദിച്ചു, 2000 പേര് എത്ര പേര് വന്നു? 1500 വന്നു കാണും. ബാക്കി ഭക്ഷണം എന്ത് ചെയ്തു? കുറേ ഓർഫണേജ് കൊടുത്തു, ബാക്കിയോടെ കളഞ്ഞെന്ന്. ഞാൻ അന്നേരം സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥ വെറുതെ ഓർത്തുപോയി. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബസുമതി അരി കണ്ടിട്ടും തിന്നിട്ടുമില്ലാത്ത പാവപ്പെട്ട നോർത്ത് ഇന്ത്യക്കാരൻ, ഛത്തീസ്ഗഡുകാരൻ, അവനെ കൂലിക്കൊണ്ടുപോയി
ഈ മിച്ചം വന്ന ബിരിയാണി മുഴുവൻ കുഴിച്ചുകൂടാൻ ആവശ്യപ്പെടുക. കൂലിപ്പണിക്കാരൻ തെങ്ങിൻ്റെ നടുക്ക് കുഴിയെടുത്ത് ഈ ബിരിയാണി കൊണ്ടുപോയി ഡംപ് ചെയ്ത് കുഴിച്ചു കൂടുമ്പോൾ ഇവനിൽ നിന്ന് കരയുന്ന ഒരു കരച്ചിലുണ്ട്. അതായത് മിച്ചം വന്നാണ് പോലും. പക്ഷെ ഇവൻ ജീവിതത്തിൽ ഇതുവരെ ബസുമതി ബിരിയാണി കഴിച്ചിട്ടില്ല. ഇവൻ ഓർക്കും ഇവൻ്റെ ഭാര്യയെ, ഇവൻ്റെ മക്കളെ, ഇവൻ്റെ കൂട്ടുകാരെ. വിശന്നിട്ടുള്ള ഗ്രാമത്തിൽ എല്ലാവരും ഓർക്കുമ്പോഴാണ് ഈ ബിരിയാണി, നല്ല സുന്ദരമായ ബിരിയാണി, ദം ബിരിയാണി, ഇറച്ചി കഷ്ണം ചവിട്ടി താഴ്ത്തി മണ്ണിട്ട് മൂടാൻ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമായി നിൽക്കുന്ന ഒരു ചെറുകഥയത്. ഇന്നും നമ്മുടെയൊക്കെ വലിയ ആർഭാടങ്ങളിൽ എത്രയോ നഷ്ടങ്ങൾ നമ്മൾ വരുത്തി തീർക്കുന്നത്. ഈ ദിവസങ്ങളിൽ കല്യാണങ്ങളാകട്ടെ, ഈ ദിവസങ്ങളിലെ പുത്തൻ കുർബാനകളാകട്ടെ, ഈ ദിവസങ്ങളിലെ പെരുന്നാളുകളാകട്ടെ, ഒരാർഭാടത്തിൻ്റെ ശൈലിയിലേക്ക് പോകുമ്പോൾ അവിടെ എവിടെയോ ക്രിസ്തു പതുക്കെ ഇറങ്ങിപ്പോവുകയാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്ക് ആഘോഷങ്ങൾ വേണ്ട സ്ഥലത്ത് ആഘോഷങ്ങൾ വേണം, പക്ഷെ ആർഭാടങ്ങൾ വേണ്ട. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവുമുണ്ട്. അത്യാവശ്യങ്ങളെ നമുക്ക് കൊണ്ടുനടക്കണം, ആവശ്യങ്ങളുടെ കൂടെ നിൽക്കാം. അനാവശ്യങ്ങളെ നമുക്ക് മാറ്റി നിർത്തത്തില്ലേ? അനാവശ്യ മത്സരങ്ങളും കിടമത്സരങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നമ്മുടെ ക്രിസ്തുവിൻ്റെ മുഖം കുറേ കൂടെ വികൃതമായിക്കൊണ്ടിരിക്കാം. ഇന്ന് ബോധപൂർവ്വം ഞാൻ ഓർമ്മിക്കും പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടെ പിള്ളക്കച്ചകളുടെ സംസ്കാരം. വ്യക്തിപരമായ ജീവിതത്തിലും ഇത്രയൊന്നും ആർഭാടങ്ങൾ വേണ്ട, മിനിമത്തിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കാൻ ഓരോരുത്തർ തയ്യാറും. നിങ്ങൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനും നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ആർഭാടങ്ങൾ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആർഭാടം വേണം ചിന്തിക്കുക. നിങ്ങളുടെ മുറി ഇത്രയും വലിയ ബെഡ് വേണമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ബാത്റൂമിൽ ഇത്രയും വലിയ ടാപ്പ് വേണമെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വാഷ് ബേസിൽ ഇത്രയും വലിയ വാഷ് ബേസിൻ വേണം ചിന്തിക്കുക. ഒരു യൂറോപ്യൻ ക്ലോസറ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്നത് 50,000 60,000 ക്ലോസറ്റ് വെക്കണം ചിന്തിക്കുക. മേടിക്കുന്ന ടാപ്പ് 25,000 ടാപ്പ് വേണമെന്ന് ചിന്തിക്കുക. 250 രൂപയുടെ പ്ലാസ്റ്റിക് ടാപ്പ് മേടിക്കാൻ പറ്റാത്ത ആളുകളുള്ള നാട്ടിലും ബാത്റൂമിൽ ആകെപ്പാടെ 10 മിനിറ്റ് പോയിരിക്കുന്നതിന് 40,000 ടാപ്പ് വേണമെന്ന് ചിന്തിക്കുക. സ്വർണത്തിന് ടാപ്പ് വേണമെന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായി ചിന്തിക്കാൻ ഈ ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരട്ടെന്ന് ആഗ്രഹിക്കുന്നു. ഇത് 100% ഞാൻ പ്രാവർത്തികമാക്കുന്നില്ല, പക്ഷേ ഞാൻ ചിന്തിക്കുന്നു ആർഭാടത്തിൻ്റെയും അതിഭാവുകത്തിൻ്റെയും സംസ്കാരങ്ങളിൽ നിന്നും തിരിച്ചു നടക്കാൻ നമ്മൾ ബോധപൂർവ്വം പഠിക്കണം. നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലും സഭാ സംവിധാനങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും ഈ ഒരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി ഈ പിള്ളക്കച്ചകളെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവായ ദൈവമേ, പിറന്നു വീഴുന്ന നിമിഷങ്ങളിലെ പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും ഞങ്ങളെന്നും മനസ്സ് സൂക്ഷിക്കട്ടെ. വ്യക്തി ജീവിതത്തിൽ ആർഭാടങ്ങളിലേക്കും അമിതഭാവങ്ങളിലേക്കും പിടിച്ചു കയറാനുള്ള വ്യഗ്രത പൈശാചികമാണ് തിരിച്ചറിയുന്നു. ലാളിത്യവും വിനയവും ചെറുതാകലും കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാ ദരിദ്രരോടും ഇല്ലാത്തവരോടും മനസ്സുകൊണ്ട് പക്ഷം ചേർന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.